ഇറാനിൽ ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക ഒരു വലിയ ആക്രമണം നടത്താമെന്നുള്ള സാഹചര്യമാണ് നിലവിൽ അവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ അവസരം മുതലെടുത്തുകൊണ്ട് നീങ്ങാനൊരുങ്ങുകയാണ് ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇസ്രായേലിനെതിരെ ഒരു പുതിയ മുന്നണി തന്നെ തുറക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 8 മുസ്ലിം രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ മുന്നണി തുറക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനിടയിൽ ഒരു വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, UAE, ഇന്തോനേഷ്യ, തുർക്കി, സൗദി അറേബ്യ, ഖത്തർ എന്നീ 8 മുസ്ലിം രാജ്യങ്ങൾ ഫെബ്രുവരി 9 ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് ഇസ്രായേലിലെ തുടർച്ചയായ വിപുലീകരണ നയങ്ങൾക്കെതിരെ ഒരു മുന്നണി തുറക്കുകയാണ്. ഈ വിവാദം മുഴുവനും എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പലസ്തീൻ ഭൂമിശാസ്ത്രപരമായി 2 പ്രധാന ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഗാസ മുനമ്പും, 2 വെസ്റ്റ് ബാങ്കും. വളരെ കാലമായി ഒരു ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സ്ഥലമാണ് ഈ ഗാസ മുനമ്പ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ തുടർച്ചയായ ജൂത കുടിയേറ്റങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഇസ്രായേൽ നിയമവിരുദ്ധമായി ഇവിടെ തങ്ങളുടെ പരമാധികാരം അടിച്ചേൽപ്പിക്കാനും പലസ്തീൻ ജനതയെ കുടിയിറക്കാനും ശ്രമിക്കുകയാണെന്ന് മുസ്ലിം രാജ്യങ്ങൾ ആരോപിക്കുന്നു. എന്തായാലും വെസ്റ്റ് ബാങ്കിലെ ഭൂമിയിൽ ഇസ്രായേൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് തുടർന്നാൽ ഭാവിയിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി അസാധ്യമാകുമെന്ന് സൗദി അറേബ്യ, പാകിസ്ഥാൻ, UAE എന്നിവരുൾപ്പെടെ ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ദുരാഷ്ട്ര പരിഹാരത്തിന് ഏറ്റവും വലിയ തടസ്സമായി ഇത് മാറിയേക്കാം. ജൂതന്മാർക്ക് ഭൂമി വാങ്ങുന്നത് എളുപ്പമാക്കാനും ജൂത പൗരന്മാർക്ക് സ്വീകാര്യമായി ഭൂമി വാങ്ങാൻ അനുവദിക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമങ്ങൾ മാറ്റാനും ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭയുടെ തീരുമാനത്തെ മുസ്ലിം രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും പ്രകാരം 1967 യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. 8 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ 2334 2024 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശവും ഉദ്ധരിച്ച് ഇസ്രായേലിന്റെ സാന്നിധ്യവും നയങ്ങളും പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് പറയുകയാണ്. എന്തായാലും വെസ്റ്റ് ബാങ്കിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നത് തടയാനും ഇസ്രായേൽ സമാധാനത്തിന് ഇപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഇറാൻ പ്രതിസന്ധിക്കെതിരെ ഇസ്രായേൽ വലിയ രീതിയിൽ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ നേരിടാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ പടയ്ക്കൊരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള ശത്രുതയുടെ പേരിൽ ഇപ്പോൾ അമേരിക്കയെ ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് പുറത്തു വരുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി വിതയ്ക്കുമ്പോഴും ഇപ്പോൾ ട്രംപിന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ റെഡ് ലൈൻ മറികടന്നാൽ US സഹായമില്ലാതെ തന്നെ ഇസ്രായേലിന് ടെഹ്റാനിൽ ഒറ്റയ്ക്ക് സൈനിക ആക്രമണം നടത്താൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണാത്മക മിസൈൽ പദ്ധതി തങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. അതിനാൽ ഒരു സാഹചര്യത്തിലും തങ്ങളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.